ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ 1000 സ്വലാത്ത് ചൊല്ലിയ അല്ലെങ്കിൽ 10000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അത്ഭുത സ്വലാത്താണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. രണ്ടാമതായി കിട്ടുന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അതുമാത്രമല്ല, 100 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മോശമായ മറകളെ അല്ലാഹു തആല മാറ്റി നൽകുന്ന ഒരു അത്ഭുതകരമായ സ്വലാത്തിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. തീർന്നില്ല, ഒരു മനുഷ്യൻ 1000 പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ മരിക്കുന്നതിന് മുമ്പ് സ്വപ്നം കാണുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ അടിവരയിട്ട് പറഞ്ഞ ഒരു അത്ഭുതകരമായ സ്വലാത്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ് സ്വലാത്ത് എന്നുള്ളത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ചെറുപ്പകാലം മുതലേ നമുക്ക് ഇഷ്ടവും അവിടത്തോടുള്ള സ്നേഹവും വർദ്ധിപ്പിക്കാൻ നമ്മളോട് ചൊല്ലാൻ പറയുന്നതാണ് സ്വലാത്ത് എന്നുള്ളത്. ഏത് സ്വലാത്താണ് നമ്മൾ ചൊല്ലേണ്ടത്? ഒരുപാട് സ്വലാത്തുകൾ നമുക്കറിയാം. ചെറുപ്പം മുതലേ നമ്മൾ പറയുന്ന സാധാരണ സ്വലാത്തുണ്ട്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വലാത്ത് തുടങ്ങി ഒരുപാട് സ്വലാത്തുകൾ, സ്വലാത്തുൽ ഇബ്രാഹിമിയ, അതുപോലെ സ്വലാത്തു തിബ്, സ്വലാത്തുൽ നൂറാനിയ, സ്വലാത്തുൽ നാരിയ, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തു താജ്, സ്വലാത്തുൽ കൻസ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്വലാത്തുകൾ. ഈ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണെന്ന് ഒരുപാട് പേര് കമൻ്റായി ചോദിച്ചിരുന്നു. ഇവിടെ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള സ്വലാത്ത് അല്ലെങ്കിൽ മഹത്വം കുറഞ്ഞ സ്വലാത്ത് എന്ന് ഒരു സ്വലാത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കില്ല. എന്നാലും സ്വലാത്തുകളിൽ വെച്ച് ചൊല്ലിയാൽ പ്രതിഫലങ്ങൾ ഏറെയുണ്ട് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്നിവിടെ നമുക്ക് വിശദീകരിക്കാനുള്ളത്. സ്വലാത്തുൽ ഫാത്തിഹ എന്നാണ് ആ സ്വലാത്തിൻ്റെ പേര്. ഇത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും. എന്നാൽ നിങ്ങൾ അറിയാത്ത 4 പ്രതിഫലങ്ങളാണ് മഹാന്മാരായ ഉലമാക്കൾ ഈ സ്വലാത്തിനെ പറ്റി പറയുന്നത്. സ്വലാത്തുൽ ഫാത്തിഹ എന്താണ്? ആ സ്വലാത്ത് എങ്ങനെയാണ്? സ്വലാത്ത് എപ്പോഴാണ് ഓതേണ്ടത്? നമുക്കൊന്ന് പരിശോധിക്കാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുകളിൽ വെച്ച് പുണ്യങ്ങൾ ഏറെ നമുക്ക് ലഭിക്കുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. മഹാനായ സയ്യിദ് അലവി മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി, ആരാണ് ആ മഹാൻ എന്നറിയോ? മക്കയിൽ വർഷങ്ങളോളം മക്കയിൽ മസ്ജിദുൽ ഹറമിൽ ദർസ് നടത്തിയ പണ്ഡിതനാണ് അദ്ദേഹം. ഈ കേരളക്കരയിലെ അല്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപാട് ഉലമാക്കളുടെ ഒരുപാട് ഉസ്താദുമാരുടെ ഉസ്താദാണ്, നേതാവാണ് അദ്ദേഹം തൻ്റെ കിതാബിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. ഈ സ്വലാത്തുൽ ഫാത്തിഹ ഓതിയാൽ, സ്വലാത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ കിട്ടുന്ന 4 പ്രതിഫലങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. എന്തെന്നറിയോ? ഒന്നാമതായി അദ്ദേഹം പറയുന്നു, സ്വലാത്തുൽ ഫാത്തിഹ നമ്മൾ ഓതിയാൽ, സ്വലാത്തുൽ ഫാത്തിഹ പാരായണം ചെയ്താൽ, ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ 1000ഉം 10000ഉം പ്രാവശ്യം നമ്മൾ സ്വലാത്ത് ചൊല്ലിയവനെ പോലെയുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അഥവാ സ്വലാത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം മനസ്സാന്നിധ്യത്തോടെ ഇഖ്ലാസോടെ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം 1000 സ്വലാത്ത് ചൊല്ലിയ അല്ലെങ്കിൽ 10000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. രണ്ടാമതായി കിട്ടുന്നത് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. അല്ലേ, നമുക്കെല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ്. നമ്മൾ നമസ്കരിക്കുന്നതും നോമ്പ് പിടിക്കുന്നതും ഒക്കെ എന്തിനാ? നരകമോചനത്തിനാണ്. ആ നരകമോചനം വെളുപ്പത്തിൽ ലഭിക്കാൻ മഹാനായ സയ്യിദ് അലവി മാലിക്കി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ സ്വലാത്തുൽ ഫാത്തിഹ ഓതിയാൽ നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും. മൂന്നാമതായി ലഭിക്കുന്നത് 100 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ അവൻ്റെ ഹൃദയത്തിൻ്റെ മറകളെ അള്ളാഹു മാറ്റുമെന്നാണ്. എന്താണ് ഹൃദയത്തിൻ്റെ മറകൾ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? നമുക്കറിയാം, നമ്മൾ ഒരുപാട് പാപങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചു കൂട്ടുന്നവരാണ്. അതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മറകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് മോശമായ ചിന്തകൾ, മോശമായ ദുഷ്പ്രേരണകൾ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് മറകൾ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ആ മോശമായ മറകളെ അല്ലാഹു തആല മാറ്റിയാൽ പിന്നെ അള്ളാഹുവിനോട് നേരിട്ട് ഡയറക്റ്റ് ഉള്ള ഹൃദയമായി നമ്മുടെ ഹൃദയം മാറും. നമ്മുടെ ഹൃദയം എപ്പോഴും നന്മയിലായിരിക്കും. അങ്ങനെ നന്മയുള്ള ഹൃദയം കിട്ടാൻ എന്ത് ചെയ്യുക? ഈ സ്വലാത്തുൽ ഫാത്തിഹ ഒരു 100 പ്രാവശ്യം ചൊല്ലുക. അതോടൊപ്പം തന്നെ നാലാമതായി നമുക്ക് കിട്ടുന്ന പ്രതിഫലം, ഈ സ്വലാത്ത് ചൊല്ലിയാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകും ഈ ദുനിയാവിൽ വെച്ച് തന്നെ. എന്ത്? ഈ സ്വലാത്തുൽ ഫാത്തിഹ നിത്യമാക്കിയാൽ. അതുകൊണ്ട് ഞാനൊന്ന്
പറഞ്ഞു തരാം. എൻ്റെ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ഈ സ്വലാത്തുൽ ഫാത്തിഹ. അറിയാത്തവർക്കായി ഞാൻ ഉണർത്തിത്തരാം എന്താണ് സ്വലാത്തുൽ ഫാത്തിഹ. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖി വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖി വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ, അവർക്ക് നീ രക്ഷ കൊടുക്കണേ, അവർക്ക് നീ ഒരുപാട് രക്ഷകളും സമാധാനവും കൊടുക്കണേ. എങ്ങനെയുള്ള മുത്തുനബിയാണ്? അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക, അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന മുത്ത് റസൂൽ, അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന മുത്ത് റസൂൽ. പിന്നെയോ വൽ ഖാതിമി ലിമാ സബക, കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിക്കുന്ന മുത്ത് റസൂൽ. അഥവാ മുൻകാല പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ വിശുദ്ധമായ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ കടന്നു വന്നത്. ആ പ്രചരണം ഇവിടെ പൂർത്തീകരിച്ച മുത്ത് റസൂൽ, ഇസ്ലാമിനെ പൂർത്തീകരിക്കാൻ കടന്നു വന്ന മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിൻ്റെ പേരിൽ അല്ലാഹുവേ, ആ റസൂലിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തും ഒരുപാട് സലാമുകളും നീ വർദ്ധിപ്പിക്കണമേ, നീ കൊടുക്കണമേ അല്ലാ. പിന്നെയോ നാസിരിൽ ഹഖി ബിൽ ഹഖ്, സത്യം കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല. വൽഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, അല്ലാഹുവേ നിന്റെ ചൊവ്വായ മാർഗത്തിലേക്ക്, നിന്റെ നേരായ മാർഗത്തിലേക്ക് നയിക്കുന്ന, സന്മാർഗം കാണിക്കുന്ന മുത്ത് റസൂലിന് അല്ലാഹുവേ നീ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് രക്ഷകൾ നീ നൽകണേ അല്ലാ. പിന്നെയോ വഅല ആലിഹി, നബിക്ക് മാത്രമല്ല അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിനും, ആല് കുടുംബം, കുടുംബത്തിൻ്റെ മേലും അല്ലാഹുവേ ഗുണം ചെയ്യണേ. പിന്നെയോ ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം, മഹത്തായ അവിടുത്തെ അളവിൻ്റെയും അവിടുത്തെ വലിപ്പത്തിൻ്റെയും അർഹതക്കനുസരിച്ച് അല്ലാഹുവേ അവർക്ക് നീ ഗുണവും മുത്ത് റസൂലിനും അവിടുത്തെ കുടുംബത്തിനും നീ നൽകണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടി ആ സ്വലാത്ത് നമുക്ക് ഒന്നിച്ച് പാരായണം ചെയ്യാം. സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഒന്നിച്ച് എല്ലാവരും കൂടി നമുക്കൊന്ന് പാരായണം ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖി വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബക നാസിരിൽ ഹഖി ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം
وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം നമുക്ക് മനസ്സിലായി. അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി. അത് ചൊല്ലിയാൽ, അത് പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ, എൻ്റെ ഉപ്പമാർ, വെള്ളിയാഴ്ച ദിവസം ഇത് പ്രത്യേകം ചൊല്ലൽ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഏത് സമയത്ത് നമുക്ക് ചൊല്ലാം. ഏത് സമയത്തും വുളു ഉണ്ടാവട്ടെ, വുളു ഇല്ലാതിരിക്കട്ടെ. ആത്തവകാരിയായ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ജനാപത്തുകാരനായ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം ആരായിക്കൊള്ളട്ടെ, ഏത് സമയത്തും നമുക്ക് പാരായണം ചെയ്യാൻ പറ്റിയ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. എല്ലാ സ്വലാത്തുകൾക്കും ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ഈ സ്വലാത്തിന് പ്രത്യേകം ശ്രേഷ്ഠതകൾ ഉലമാക്കൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വലാത്തിൻ്റെ മഹത്വം ഞാനിവിടെ പറയാനുള്ള കാരണം. അതോടൊപ്പം തന്നെ സ്വലാത്തുൽ ഫാത്തിഹ എന്നല്ല, ഏത് സ്വലാത്ത് ചൊല്ലിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വലിയ പ്രതിഫലമാണ് നൽകുന്നത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ട്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി അശറ. ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത്, ഒരു സ്വലാത്തുൽ ഫാത്തിഹ, അല്ലെങ്കിൽ ഒരു സ്വലാത്തുൻ നാരിയ, അല്ലെങ്കിൽ ഒരു സ്വലാത്തുൻ നൂറാനിയ, അല്ലെങ്കിൽ ഒരു സ്വലാത്തു താജ്, അല്ലെങ്കിൽ ഒരു സ്വലാത്തുൽ ഇബ്രാഹിമിയ, ഏത് സ്വലാത്തായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചൊല്ലാറുള്ള സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു സ്വലാത്താണ് നമ്മൾ ചൊല്ലുന്നതെങ്കിൽ അങ്ങനെ ചൊല്ലുന്ന മനുഷ്യന് അല്ലാഹു തആല 10 സ്വലാത്ത് ചൊല്ലുമെന്നാണ്. അല്ലാഹു നമുക്ക് സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഒരുപാട് നന്മകൾ അവനിക്ക് എഴുതുമെന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് ദറജകൾ അവനിക്ക് എഴുതുമെന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് പാപങ്ങൾ അവനിക്ക് പുറത്തു കൊടുക്കുമെന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് ഗുണങ്ങൾ അല്ലാഹു തആല നൽകുമെന്നാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്ന കാര്യം നമ്മൾ അശ്രദ്ധമായി പോവാൻ പാടില്ല. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത്, ഏത് സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ് സ്വലാത്ത് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്വലാത്തുൽ ഫാത്തിഹ. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം ഉൾപ്പെടെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ സ്വലാത്തുൽ ഫാത്തിഹ മനഃപ്പാഠമാക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. അള്ളാഹു തആല ആ പ്രതിഫലങ്ങൾ മുഴുവനും കരസ്ഥമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകളുടെയും മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അള്ളാഹുവെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവരുടെയൊക്കെ പഠനത്തിൽ, അവരുടെയൊക്കെ തുടർന്നുള്ള ജീവിതത്തിൽ റഹ്മാനെ നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അള്ളാഹുവെ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ വിവാഹം ശരിയാകാത്തവർ, സൗന്ദര്യത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, അതുപോലെ തറവാടിൻ്റെ പേരിൽ വിവാഹം ശരിയാകാത്ത ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അർഹമായ സമയത്ത്, ഖൈറായ സമയത്ത് ഖൈറായ ഇണകളെ അവർക്ക് നീ നൽകണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ റബ്ബേ, അവർക്കും ഞങ്ങൾക്കും ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയ്യത്ത് നിറച്ച് നൽകണേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട്, മോശമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ.